വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം നമ്മൾ ഇറ്റലിയിലൂടെയുള്ള നമ്മുടെ യാത്രകൾ തുടരുകയാണ്. നമ്മൾ കൊളോസിയം കണ്ടു, നമ്മൾ അവിടുന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. നമ്മൾ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. നമുക്ക് ആ സ്ഥലങ്ങൾ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഏരിയാസാണ് നമ്മളിന്ന്. ഓരോരോ ചരിത്ര സ്ഥലങ്ങളാണ് നമ്മളിന്ന് മൊത്തം കാണുന്നത്. റോം എന്ന് പറഞ്ഞാലേ മുഴുവൻ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണല്ലോ. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമ്മളിപ്പം ജസ്റ്റ് കണ്ടത് അവിടെ കുറേ കീസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ഓരോ ലവേഴ്സ് അതുപോലുള്ള കമിതാക്കളൊക്കെ വന്നിട്ട് നമ്മളവിടെ ഒരു ലോക്ക് ഇങ്ങനെ ചെയ്തു വെക്കും. അതായത് അവരുടെ ഒരു പ്രണയബന്ധത്തെ സൂചിപ്പിക്കാനായിട്ട്. ഇപ്പം നമ്മൾ കാണുന്നതാണ് റോമൻ ഫോറം എന്ന് പറയുന്നത്. നമ്മുടെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, അതായത് 2200 വർഷങ്ങൾക്കൊക്കെ മുമ്പ് റോമിലുണ്ടായിരുന്ന ആളുകൾ അവരുടെ ഒരു ഭരണ കേന്ദ്രമായിരുന്നു ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഒരുപാട് ഗൈഡുമാരൊക്കെ വന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണാം. ഇതാണ് ആ ഒരു റോമൻ ഫോറത്തിന്റെ എക്സ്പ്ലനേഷൻ. നമ്മൾ ജസ്റ്റ് വീഡിയോ പോസ് ആക്കി നിങ്ങളൊന്ന് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കാണുന്ന ഈ റോമൻ ഫോറത്തിന്റെ ഓരോരോ തൂണുകൾ, അതിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. നമ്മൾ നേരിട്ട് കണ്ടാൽ നമ്മൾ വണ്ടടിച്ചു പോകുന്നതാണ്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ വണ്ടടിച്ചു പോകും. ഇവിടുത്തെ നമ്മൾ ഈ കാണുന്ന ഏരിയകളെല്ലാം പണ്ടത്തെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള റോമിലെ അവരുടെ ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഈ കാണുന്ന മുഴുവൻ. ഇതെല്ലാം റോമൻ ഫോറത്തിന്റെ ഭാഗങ്ങളാണ്. നമ്മൾ ഈ കാണുന്ന ഓരോരോ ഭാഗങ്ങളും എല്ലാം അന്നത്തെ ആളുകളെ, ഗ്ലാഡിയേറ്റേഴ്സിന് വിചാരണ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട മീറ്റിംഗ്സ് നടന്നുകൊണ്ടിരുന്ന ഏരിയകൾ, അങ്ങനെ അങ്ങനെ ഓരോരോ ഏരിയകളാണ് നമ്മൾ ഈ മുഴുവൻ കാണുന്നത്. കുറേ ഏറെ ഭാഗങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഉള്ള ഭാഗത്തിനെ അവർ വളരെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. റോമൻ ഫോറത്തിന്റെ ഓരോരോ ബീമുകൾ, അവരുടെ ആ ഒരു ബിൽഡിങ്സിന്റെ ഭാഗങ്ങൾ, അവിടെ എല്ലാം നമുക്ക് എല്ലാം ഒരു വേൾഡ് ഹെറിറ്റേജ് ഏരിയ ആയിട്ടാണ് ഇന്ന് കാണുന്നത്. എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ ഏരിയയിലേക്ക് ചെല്ലുമ്പോഴും ഒരു ബോർഡ് തിരിച്ചിട്ട് അവിടെ എന്താണ് നമ്മൾ കാണുന്നത് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ നമുക്ക് അവിടുന്ന് വായിച്ചറിയാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആ റോമൻ ഫോറത്തിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് നടക്കുകയാണ്. കൊളോസിയത്തിലെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റോമൻ ഫോറത്തിൽ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ കൊളോസിയത്തിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ടിക്കറ്റ് എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് നേരെ വന്നിട്ട് കൊളോസിയത്തിലേക്ക്, നമുക്ക് ഈ റോമൻ ഫോറത്തിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. നമ്മളിത് ഈ റോമൻ ഫോറത്തിൽ നിന്നും വിട്ടിട്ട് നമ്മൾ മുമ്പിലേക്ക് നടക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് റോമിൽ വന്നാൽ ആരും മിസ്സാക്കാത്ത പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളിലേക്കാണ്. ഇവിടുത്തെ വഴികളൊക്കെ നിങ്ങൾ നോക്കുക, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവരുടെ സ്ട്രീറ്റുകളൊക്കെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറേ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് റെന്റിന് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഈ സിറ്റിയിൽ കൂടെ നമുക്ക് ഓടിച്ച് നടക്കാം കേട്ടോ. ഓരോ സ്റ്റേഷൻസ് ഉണ്ട്, നമ്മൾ അവിടെ കൊണ്ട് പാർക്ക് ചെയ്താൽ മതിയായിരിക്കും. അത് കാർഡ് ബൈയോ അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ബൈ, നമുക്ക് കാർഡ് ബൈ ആണ് നമുക്ക് പേ ചെയ്യാൻ പറ്റുന്നത് മെയിനായിട്ട്. ഈ കാണുന്ന എല്ലാം പണ്ടത്തെ ഏഷ്യൻ റോമിൻ്റെ ഓരോരോ അവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു കാര്യങ്ങൾ, ആ ഒരു ഹിസ്റ്ററിയൊക്കെ കാണിക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ മുഴുവൻ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അടുത്തായിട്ട് കാണാൻ പോകുന്ന ഈ ഒരു ഭാഗമാണ് വിക്ടർ ഇമ്മാനുവൽ ടു മോണുമെന്റ് എന്ന് പറയുന്നത്. അതായത് ഏകീകരിച്ച ഇറ്റലിയിൽ 1800-കൾക്ക് മുമ്പ് ഇറ്റലി പലവിധ ഭാഗങ്ങളായിട്ട് ചിതറിക്കിടക്കുകയായിരുന്നു. അപ്പോൾ 1800-കൾക്ക് ശേഷം ഇറ്റലിയെ രൂപാന്തരപ്പെടുത്തിയതിനു ശേഷം ഇറ്റലിയുടെ ഏറ്റവും ആദ്യത്തെ രാജാവായിരുന്ന വിക്ടർ ഇമ്മാനുവലിൻ്റെ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഫുൾ മാർബിളിൽ പണിതെടുത്ത ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്ന വിക്ടർ ഇമ്മാനുവൽ ടു മോണുമെന്റ് എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ ഫുൾ മാർബിളാണ്. ഇതിൻ്റെ ഓരോ ഇഞ്ചും നിർമ്മിച്ചിരിക്കുന്നത് ഫുള്ളി മാർബിൾ കൺസ്ട്രക്ഷനാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓരോ ഇഞ്ചും കാണാൻ അടിപൊളിയാണ്. ഒരു പ്ലെയിൻ ആയിട്ടൊരു സർഫസ് നമുക്കിവിടെ ഒരിക്കലും കാണാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ആർട്ട് വർക്ക്, ഓരോ വാളിലും എന്തെങ്കിലുമൊക്കെ ഒരു കുത്തുപണി, എന്തെങ്കിലുമൊക്കെ ഒരു ആർക്കിടെക്ചറൽ വർക്ക്, എന്തെങ്കിലും നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് ഈ റോമിൻ്റെ ഒരു ഏറ്റവും വലിയൊരു, അല്ലെങ്കിൽ ഇറ്റലിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് കാണാൻ ഞാൻ കണ്ടതും ഇവിടെ വരുന്ന എല്ലാവരും കാണുന്നതും. ഇവിടെ നമുക്കൊരു അൺനോൺ സോൾജറിൻ്റെ ഒരു തോമ്പ് ഇവിടെ കാണാൻ പറ്റും. അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട്. അത് ആരാണെന്ന് നമുക്കറിയില്ല, അത് ലോകത്തിനും അറിയില്ല, നമുക്കതിൻ്റെ അറിവുകൾ ലഭിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വിക്ടർ ഇമ്മാനുവൽ ടു മോണുമെന്റിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. അവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴത്തെ റോമിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരുപാട് ആളുകൾ വീക്കെൻഡിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചരിത്ര സ്മാരകങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളും ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. വെറുതെ അല്ലാത്ത ടൂറിസ്റ്റുകളും ഇവിടെ ഒരുപാട് എത്തുന്നുണ്ട്. നമ്മളിവിടെ ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയാണ് മുകളിലേക്ക് എത്തുന്നത്. അതായത് റോമിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു ബിൽഡിംഗ് ആണ് ഈ വിക്ടർ ഇമ്മാനുവൽ 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ആ റോമിൻ്റെ മുഴുവൻ കാഴ്ചകൾ, കൊളോസിയം അടക്കമുള്ള മുഴുവൻ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതുപോലെ ഒരുപാട് ആർക്കിടെക്ചർ വർക്കിൻ്റെ ഒരു ബ്യൂട്ടിയാണ് നമുക്ക് ഇവിടെ ഏതൊരു ആംഗിളിൽ നിന്ന് നോക്കിയാലും കാണാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കുമ്പം
മുഴുവൻ ഒരു ഒരു റൂമിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഓരോ ആർക്കിടെക്ചർ വർക്കാണ് ഓരോരോ മൂലയിലും ഓരോ ഭിത്തിയിലും നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോ ആർക്കിടെക്ചർ വർക്കാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് വീണ്ടും മുന്നിലേക്ക് നടക്കാം. ഇനിയും ഒരുപാട് ഒരുപാട് സ്റ്റെപ്പുകൾ നമുക്ക് കയറാനുണ്ട്. ഓരോരോ സ്റ്റെപ്പുകൾ കയറി ഒരു 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 തട്ടിലേക്ക് എത്തുമ്പോഴും ആ തട്ടിൽ മാർബിളിൻ്റെ ഒരു വിസ്മയം തന്നെയാണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. 1800കളുടെയൊക്കെ അവസാന കാലഘട്ടത്തിൽ ഇതുപോലുള്ളൊരു ക്രെയിനോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് കാണുന്ന ഒരു ഫെസിലിറ്റീസും ഇല്ലാത്തൊരു സമയത്തും റോമൻസ് എങ്ങനെയാണ് ഇതൊക്കെ പണിതെടുത്തതെന്ന് ഓർക്കുമ്പോൾ നമ്മളൊക്കെ വണ്ടറടിച്ചു. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് മനസ്സിലാവും. എങ്ങനെയാണ് ഇവരിതൊക്കെ ബിൽഡ് ചെയ്ത് അന്നത്തെ കാലം, അതും ഇത്രയും ഉയരത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ പണിതെടുത്തത് നമുക്ക് വണ്ടറടിച്ചു പോകും. ഇവിടെ ഇതുപോലെ ഒരുപാട് ഭിത്തിയുണ്ട്, ഒരുപാട് തൂമ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അവിടെ താഴെ നിൽക്കുന്ന മനുഷ്യരുടെയൊക്കെ വലിപ്പത്തിനോട് നിങ്ങൾ അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മരങ്ങളും അതിൻ്റെ ഇടയ്ക്കുള്ള ആ റോമൻ സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ നിന്ന് നമുക്ക് റോമിൻ്റെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണ്ണിനൊക്കെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ ആ ഒരു മാർബിൾ കൊത്തുപണികളൊക്കെ നടത്തിയിട്ട് അത് എങ്ങനെയാണ് പണിതത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ സ്മാരകങ്ങളുടെ ഒരു ചരിത്രമൊക്കെ നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറുകയാണ്. ഇനി മുകളിലേക്ക് വരുമ്പോഴത്തേനും ഇത് മറ്റൊരു തട്ടാണ്. ഇവിടെ നിന്നും നമുക്ക് കുറച്ചും കൂടെ അടുത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ വിസിബിലിറ്റിയിൽ നമുക്ക് റൂമിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു സൂര്യവെളിച്ചം, ഞാൻ വന്ന സമയത്ത് ആ സൂര്യവെളിച്ചം പുറകിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു വരുന്നൊരു സമയം, അത് അതിരാവിലെ സമയമായിരുന്നു ഞാൻ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി അവിടുത്തെ കാഴ്ചകളൊക്കെ. ഓരോ ഏരിയകളും ഇറ്റാലിയൻ മാർബിളിലേക്ക് ഈ ഒരു സൂര്യവെളിച്ചം വന്ന് വീണിട്ട് അതൊന്ന് വെട്ടിത്തിളങ്ങുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വളരെ വണ്ടർഫുൾ ആണ്. നമുക്ക് അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നെനിക്ക് പറ്റുന്നത്, അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേനും റൂമിൻ്റെ ആ ഒരു കാഴ്ച മുമ്പ് ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും അടിപൊളിയാണ്. നമുക്ക് ഇവിടുന്ന് കാണുമ്പം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയായിട്ടാണ്. താഴെ കാണുന്ന സ്ട്രീറ്റുകളിലും റോഡുകളിലും ഒക്കെ ഒരുപാട് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് മനുഷ്യർ ഇത് കാണാനായിട്ട് അല്ലെങ്കിൽ റൂമിൻ്റെ ആ ഒരു ബ്യൂട്ടി കാണാനായിട്ട് ഇവിടെ എത്തുന്നത് നമുക്കറിയാൻ പറ്റും. ഒരുപാട് ഒരുപാട് ആളുകളാണ് ദിനം പ്രതി, ഈ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ റോമിലേക്ക് സ്പെസിഫിക് ആയിട്ട് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി എത്തിപ്പെടുന്നത്. ഫാമിലി ആയിട്ടാണ് പലരും വരുന്നത്. പിന്നെ കപ്പിൾസ് ആയിട്ട് വരുന്നവരുണ്ട്. പിന്നെ സ്കൂൾ സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസ് ഒക്കെ അല്ലെങ്കിൽ ചരിത്രത്തിനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കുറച്ചൊക്കെ റെനോവേറ്റ് ചെയ്ത് ഇവർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒട്ടുമിക്കവാറും ഇറ്റാലിയൻ മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന ഏരിയ റെനോവേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. കാര്യം മാർബിളിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് കാലം കഴിഞ്ഞാലും അതിനൊന്നും സംഭവിക്കില്ല. അപ്പം നമ്മൾ ഇതിനുള്ളിലേക്ക്, മോണുമെൻറ്റിനുള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി നമുക്കിതിൻ്റെ ഓരോരോ തട്ടുകളിലേക്കും ഇതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരുപാട് രൂപങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ എൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ഒരുപാട് ഒരുപാട് രൂപങ്ങൾ. ഇപ്പം നിങ്ങൾ നോക്കി എത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു മാർബിളിൽ ഇവർ ഈ കൊത്തുപണികൾ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുക. അതിൻ്റെ ആ ഒരു മേൽക്കൂരയിലാണെങ്കിലും എല്ലാ ഇടങ്ങളിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ ഇത് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഇതുവഴി നമ്മൾ നടക്കുമ്പോൾ നമ്മളൊരു ചെറിയൊരു ശബ്ദം ഉണ്ടാക്കിയാലും വലിയൊരു മുഴക്കം പോലെ തോന്നും. അത്രയും ബ്യൂട്ടിഫുൾ, അത്രയും അധികം ക്ലിയർ ആണ് അതിൻ്റെ വാളെന്നാണ് അതിൻ്റെ അർത്ഥം, എക്കോ ഉണ്ടാവുമ്പോഴേ. അപ്പം ഞാനിത് നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് ഒരുപാട് കാഴ്ചകൾ അതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാര്യം നമുക്കിനി ഒരുപാട് ഒരുപാട് ഏരിയ ഇന്ന് കവർ ചെയ്യാനുണ്ട്. നമ്മൾ ഈ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ആ ഒരു ഭംഗി, ആ ഒരു മോണുമെൻറ്റിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ഈ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. പുറത്താണെങ്കിലും വളരെ വൃത്തിയുള്ള, വളരെയധികം അറേഞ്ച്ഡ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന സ്ട്രീറ്റുകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ നമ്മൾ പുറകിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് കാണുന്നത്. ആ ഒരു ഞാൻ ചെന്ന സമയത്തിൻ്റെ പ്രത്യേകതയാണ്, ആ ഒരു ബിൽഡിങ്ങിൻ്റെ പുറകിലായിരുന്നു സൂര്യൻ. അത് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. കാര്യം കുറേ നേരമായി നമ്മളിങ്ങനെ നടക്കുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അപ്പം ഞങ്ങളൊരു പിസ്സയാണ് കഴിച്ചത്. ഒരു ചെറിയൊരു പിസ്സ വാങ്ങിച്ചിട്ട് ഒരു മഷ്റൂം പിസ്സയാണ് കഴിച്ചത്. പക്ഷേ നന്നായിട്ട് വിശന്നിരുന്നുകൊണ്ട് തന്നെ കിട്ടിയ ആക്രാന്തത്തിൽ ഞാൻ തന്നെ 2 പീസ് എടുത്ത് കഴിച്ചു. അപ്പോൾ എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് 2 പീസ് ഞാൻ വെച്ചിട്ടുണ്ട്, പാവം കഴിക്കട്ടെ. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മോണുമെൻറ്റിൻ്റെ പുറത്തേക്കുള്ള ഒരു കാഴ്ച. നമ്മൾ ഇനി സ്ട്രീറ്റിലൂടെ കുറച്ചധികം മുന്നിലേക്ക് നമ്മൾ നടക്കുകയാണ്. ഇവിടെ ഒരുപാട് സുവനീർ ഷോപ്പുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇറ്റാലിയൻ സുവനീർസൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാം. നമ്മുടെ ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കാണുന്ന ഇതെല്ലാം റോമിൻ്റെ കാഴ്ചകളാണ്, റോമിൻ്റെ ബ്യൂട്ടിയാണ് എൻ്റെ ഇരുവശങ്ങളിലും നമ്മൾ ഈ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മളിനി അടുത്തൊരു ഭാഗത്തേക്കാണ് എത്തിപ്പെടുന്നത്.
ആ ഒരു ഭാഗത്തേക്ക് നടക്കുമ്പോൾ തന്നെ നമുക്ക് റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒരുപാട് കഫേ പോലുള്ള ഏരിയകൾ, കോഫി ഷോപ്പുകൾ, അല്ലെങ്കിൽ ഹോട്ടൽസ്, അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പോലെയുള്ള ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. റോമിൻ്റെ ഈ സെൻറ്ററിൽ നമ്മൾ എന്ത് കാര്യം വാങ്ങിച്ചാലും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ഫൗണ്ടെയിൻ ആണ്. ട്രേവി ഫൗണ്ടെയിൻ എന്നാണ് ഈ ഒരു ഫൗണ്ടെയിൻ എന്ന് പറയുന്നത്. ട്രേവി എന്ന് പറഞ്ഞാൽ 3 റോഡ്സ് എന്നാണ്. ഇറ്റാലിയൻ ട്രേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്ട്രീറ്റുകൾ അല്ലെങ്കിൽ 3 വഴികൾ കൂടിച്ചേരുന്നൊരു ഭാഗത്താണ് ഈ ഒരു ഫൗണ്ടെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ഫൗണ്ടെയിൻ കാണാൻ വരുന്ന ഓരോ ആളുകളും ഇതിലേക്ക് കുറച്ച് നാണയത്തുട്ടുകൾ ഇങ്ങനെ ഇടും. അതായത് ഇവിടെ നാണയങ്ങൾ വിതറിയാൽ സൗഭാഗ്യമുണ്ടാകും, നല്ലത് വരുമെന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ അതിൻ്റെ അടിത്തട്ടിൽ ഒരുപാട് നാണയങ്ങൾ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരുപാട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ 2 യൂറോയാണ് എൻട്രി ഫീസ് വരുന്നത്, അല്ലെങ്കിൽ 3 യൂറോ മാക്സിമം. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പോയില്ല. കാര്യം നല്ല നല്ല ഷോട്ടുകളൊക്കെ എടുക്കണമെങ്കിൽ മുകളിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഒരുപാടധികം ആർക്കിടെക്ചർ വർക്കുകൾ, രാജാക്കന്മാരുടെയും ഒക്കെ ഒരുപാട് ചിത്രങ്ങൾ ഒക്കെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി താഴേക്ക് ഇങ്ങനെ വരുന്ന ഒരു കാഴ്ചയും, ആ ഒരു വെള്ളം ഇങ്ങനെ താഴേക്ക് വന്ന് പതിക്കുമ്പോൾ ആ ഒരു ജലത്തിൻ്റെ ഒരു ശബ്ദവും ആ ഒരു മുഴക്കവും ഒക്കെ ആ ഒരു സ്ട്രീറ്റ് മുഴുവൻ ഇങ്ങനെ നിൽക്കുന്നതും ഒക്കെ ഒരു കണ്ട് നിൽക്കുന്നത് തന്നെ, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കേട്ട് നിൽക്കുന്നത് തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ് ഇവിടെ വരുമ്പോഴത്തേനും. ഇതിൻ്റെ ഓരങ്ങളിലൊക്കെ ഒരുപാട് കടകളും സ്ട്രീറ്റുകളും ഒക്കെ കാണാൻ പറ്റും. അത് മാത്രവുമല്ല ഒരുപാട് ജനങ്ങളാണ് ഇങ്ങോട്ട് ഒഴുകുന്നത്. ഞാനവിടെ ചെന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ അവിടെ വന്നിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കടകൾ, സുവനീർ ഷോപ്പുകളൊക്കെ നമുക്ക് ഇതിൻ്റെ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കോഫി ഷോപ്സും ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കഴിക്കാനും വേണ്ടി പറ്റും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. റോമിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു ഫണ്ട് നമ്മൾ കയ്യിൽ കരുതുക. നമുക്കിവിടെ വന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്യാഷ് കൈ കരുതുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. ഇതിവിടെ എഴുതിയിട്ടുണ്ട് 1 പെയർ ഓഫ് സോക്സ് 8 യൂറോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗമാണ് കോളം ഓഫ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ക്രിസ്ത്യാനിറ്റിയുടെ ഒക്കെ ഒരു മെയിൻ ഒരു ഏരിയയാണ്. ഈ പറയുന്നത് 1800കളുടെ അവസാനത്തോടെയാണ് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ പണി കഴിപ്പിച്ചത്. എല്ലാ വർഷവും ഡിസംബർ 8-ന് നമ്മുടെ പോപ്പ് ഇവിടെ വരികയും ഇവിടെ പൂക്കളർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ഒരു ജോന എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് ആർട്ടിസ്റ്റിൻ്റെ ഐ വിൽ ബി യുവേഴ്സ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിക്കൽ വർക്കാണ് ഈ കാണുന്നത്. ഫുൾ മിറേർഡ് ആണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. ഒരു ഈഗിളിൻ്റെ ഒക്കെ ഒരു മുമ്പ്, അല്ലെങ്കിൽ ഒരു മാസ്ക് ഒക്കെ ആയിട്ട് നമുക്ക് ഇതിനെ പല രീതിയിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നമുക്കിത് തോന്നും. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ ഇരുവശങ്ങളിലും മിററാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മുന്നിൽ നിന്ന് കാണുന്ന, ഇതിപ്പോൾ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ്. മുന്നിൽ മാത്രമല്ല ബാക്കിലും വ്യൂ ആണ്. നമ്മളതിന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു 1000 ആളുകളായി നമുക്ക് തോന്നും. ഇനി നമ്മൾ വീണ്ടും ആ ഒരു സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. നമ്മൾ റോമിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ഈ കാണുന്നതാണ് സ്പാനിഷ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇറ്റലിയിൽ അല്ലെങ്കിൽ റോമിലേക്ക് എത്തുന്ന ആളുകൾ ഒരിക്കലും സ്കിപ്പാക്കാത്ത ഒരു ഭാഗമാണ് സ്പാനിഷ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഏറെക്കുറെ ഒരു 178ഓളം പടികളോളം നിർമ്മിച്ച വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് ആർക്കിടെക്ചറൽ വർക്കാണ് ഈ ഒരു സ്പാനിഷ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് മുമ്പിലായിട്ടൊരു ഫൗണ്ടെയിൻ നമുക്ക് കാണാൻ പറ്റും. എല്ലാം നല്ല തെളിഞ്ഞ വളരെ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. കറക്റ്റായിട്ട് റീസൈക്കിൾ നടക്കുന്ന, കറക്റ്റായിട്ട് അവർ കീപ്പ് ചെയ്യുന്ന, ഒരു മാലിന്യം പോലും ഇല്ലാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം. അപ്പം ഞാനിങ്ങനെ അതിലേക്ക് വലത് കാലെടുത്ത് വെച്ച് കയറുകയാണ് ആ ഒരു സ്പാനിഷ് സ്റ്റെപ്പിലേക്ക്. നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ പോകാനായിട്ട്. ഏതൊരു ഏരിയയിലും വളരെ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഒരുപാട് നേരം സ്റ്റെപ്പിലിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അവരെല്ലാം നമ്മുടെ കാര്യത്തിൽ വന്ന് ഇടപെടും. അതായത് നമ്മുടെ പ്രൊട്ടക്ഷനും കൂടെ നോക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് മുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സ്പാനിഷ് സ്റ്റെപ്പിൻ്റെ മുകളിലായിട്ട് നമുക്ക് മറ്റൊരു ഏരിയ ഉണ്ട്. അതായത് ഇതൊരു ഉയർന്ന പ്രദേശത്തിലേക്ക് നമ്മൾ പോകുന്ന പോലെയാണ്. അതിന് മുകളിലും ബസ്സുകൾ വരികയും നമ്മൾക്ക് അവിടെ നിന്ന് മറ്റുള്ള ഏരിയകളിലേക്ക് പോകാൻ പറ്റുകയൊക്കെ ചെയ്യും. ഇതൊരു ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തിരക്കുണ്ട്. അത് മാത്രമല്ല ഒരു ക്രിസ്മസ് ട്രീയും അതിനെ ചുറ്റി നിൽക്കുന്ന ആ ഒരു LED ബൾബിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ആ ഒരു സ്പാനിഷ് സ്റ്റെപ്പ് കവർ ചെയ്ത് നമ്മൾ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. താഴെ നോക്കുമ്പോൾ നമ്മൾ മുമ്പ് കണ്ട ആ ഫൗണ്ടെയിൻ്റെ അവിടെയൊക്കെ നല്ല ജനത്തിരക്ക് നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട്
പറഞ്ഞിട്ട് മുകളിലേക്ക് നമ്മളിങ്ങനെ കയറി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കിനി ഒരു ബസ് പിടിച്ചിട്ടാണ് നമുക്കിനി അടുത്ത നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ടത്. നമ്മൾ മുന്നിലേക്ക് നടക്കുമ്പോൾ വഴി സൈഡിൽ നമുക്കിങ്ങനെ ഒരുപാട് നമുക്ക് സുവനീർ ഷോപ്പുകൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വരുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ റോമിൻ്റെ പടങ്ങളുള്ള ഒരുപാട് ചെറിയ ചെറിയ ചിത്രങ്ങളും ഒക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഒരുപാട് എക്സ്പെൻസീവ് അല്ല, €1 നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഏറ്റവും ഉയരത്തിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരിക്കലും നിലയ്ക്കാത്ത ഒരു 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 വാട്ടർ അല്ലെങ്കിൽ ഒരു സർവീസ് ഉണ്ട്. അതായത് നമുക്ക് ശുദ്ധജലമാണ് എപ്പോഴും ആ ഒരു ടാപ്പിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും ജലം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യക്കാർക്ക് പോയിട്ട് നമുക്ക് എപ്പം വേണമെങ്കിലും അത് കുടിക്കാം. അതൊക്കെ നല്ലൊരു ഫെസിലിറ്റീസാണ്. അത് ഫെസിലിറ്റീസ് അല്ല, ഒരുപാട് കാലങ്ങൾക്ക് നമുക്ക് അതിൻ്റെ അടിയിലുള്ള ഒരു പായലെ കണ്ടാൽ അറിയാം. അതങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ടേ അവിടെ ഉള്ളതാണ്. വളരെ ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ഇവിടുത്തെ ഏരിയകളെല്ലാം പറയുകയാണെങ്കിൽ. അപ്പം നമ്മൾ അത്യാവശ്യം എല്ലാം മിക്കവാറും ഉള്ള എല്ലാ ഏരിയയും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബസിലേക്ക് പോയി, നമ്മൾ കൊളോസിയത്തിലേക്ക് എത്തി, കൊളോസിയത്തിൽ നമ്മൾ പോയി, അങ്ങനെ പിന്നെ അത്യാവശ്യം വേറെ കുറേ ഏരിയകൾ നമ്മൾ കവർ ചെയ്തു. അതെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ നമ്മൾ ഫുള്ള് വരുമ്പോഴത്തേനും പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്ക് പോയി കഴിക്കണം. കുറച്ചും മുമ്പ് കഴിച്ചിരുന്നു, പക്ഷെ അത് കുറച്ച് ലൈറ്റായിരുന്നു. കുറച്ച് കനത്തിലും കൂടെ എന്തെങ്കിലും കഴിക്കണമല്ലോ, അപ്പോൾ അതുകൂടെ കഴിക്കണം. പിന്നെ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബസ് കയറിയിട്ട് നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് പോവാണ്. അപ്പം നമ്മൾ വൈകുന്നേരത്തോടുകൂടി ഇന്നത്തെ ദിവസം ഇന്നൊരു ഉച്ച 1 മണി ഏറെക്കുറെ 1 മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പം ഇന്നൊരു വൈകുന്നേരം ആവുന്നതോടുകൂടി നമ്മൾ വത്തിക്കാൻ സിറ്റിയിലേക്ക് എത്തും. പിന്നെ വത്തിക്കാൻ സിറ്റിയിലെ കാഴ്ചകളിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഞാൻ ഈ കയറിയിരിക്കുന്ന ബസ് വളരെ ചെറിയ ബസ്സാണ് കേട്ടോ. നമുക്കൊരു 10 ആൾക്ക് പോലും 10 ആൾക്ക് എങ്കിലും നിൽക്കാൻ പറ്റുന്ന അത്രയും ഒരു ഇടം മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. വളരെ കുഞ്ഞൊരു ബസ്സാണ്. പക്ഷേ ഇവിടെ വലിയ ബസ്സുകളുണ്ട്, ചെറിയ ബസ്സുകളുണ്ട്. പക്ഷേ സിറ്റി സർവീസിന് ഒരു ഏരിയയിൽ നിന്ന് തൊട്ടടുത്തുള്ള ഒരു കിലോമീറ്ററോ അല്ലെങ്കിൽ 1 കിലോമീറ്റർ താഴെയുള്ള ഏരിയകളിലേക്കൊക്കെ പോകാനായിട്ട് ഇവിടെ ചെറിയ ഇതുപോലത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ് ഉണ്ട്. നമുക്ക് ആദ്യം എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടാലറിയാം. അതിനകത്ത് നമ്മളൊരു കാർഡ് എടുത്തിരുന്നു, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള. അത് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലാത്തവരുണ്ട്, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അതിനകത്ത് അറിയാൻ പറ്റും. ആ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു ഫുൾ ഡേ നമുക്ക് എവിടെ വേണമെങ്കിലും കറങ്ങി നടക്കാൻ പറ്റും. നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എല്ലാം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു സർവീസ് നമുക്ക് ഈ റൂമിൽ വരുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോവുകയാണ്. നമ്മളിനി അടുത്തൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്കാളും കൂടുതൽ വണ്ടർ അടിക്കാൻ പോകുന്ന മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. റോം എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയയും അടിപൊളിയാണ്. റോമൻസിൻ്റെ ഒരു ആർക്കിടെക്ചറൽ കഴിവ്, ഓരോ ഏരിയയും അറേഞ്ച് ചെയ്യാനുള്ള ഓരോ സ്ട്രീറ്റിനെയും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി, ഒരു ചെറിയ കല്ല് വെച്ചാലും അതിൻ്റെ ഭംഗിയോടെയാണ് ഇവർ വെക്കുന്നത്. ഇത് ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഒരു ചെറിയൊരു ഏരിയയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ ഒരു ഭംഗിയോടെ നിലനിർത്തുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അത് നമ്മൾ റോമിൽ തന്നെ വരണം. റോമിൽ വന്നാലാണ് അത് കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ചായ കുടിക്കാനായിട്ട് പോയിട്ടുണ്ട്. ചെറിയൊരു ചായ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വളരെ കുഴപ്പമില്ലാത്തൊരു ചായയായിരുന്നു. ആ ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ട് തൊട്ടപ്പുറത്തെ ഉള്ള ഒരു ചോക്ലേറ്റ് ഷോപ്പിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ ഒന്നും വാങ്ങിയില്ല. അവിടെ നിന്ന് ജസ്റ്റ് നമ്മളൊന്ന് പോയി നമുക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു. പക്ഷേ നല്ല റേറ്റാണ് കേട്ടോ. അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി അടുത്ത ഒരു ഏരിയയിലേക്കാണ് നമ്മളിനി എത്തിപ്പെടാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരുപാട് ഈ ഒരു വലിയ ബിൽഡിംഗ്, വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അവിടെ താഴെ ഇരിക്കുന്ന ആ ഒരു മനുഷ്യരുടെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ആ ഒരു തൂണിൻ്റെയൊക്കെ വലിപ്പം എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നിലേക്ക് ആ സ്ട്രീറ്റിലൂടെ തന്നെ ഇങ്ങനെ മുന്നിലേക്ക് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. പോകുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടും ഓരോരോ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ചിലരൊക്കെ ജനാലകളിൽ ആ ഒരു ഗ്രില്ല് വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ജനാലകളിലൊക്കെ. അത് വളരെ ഒരു അതും ഭംഗിയോടെയാണ് നിലനിർത്തിയിരിക്കുന്നത്. വെറുതെ കുറച്ച് വെൽഡിംഗ് കയറ്റി അറേഞ്ച് ചെയ്യുമല്ല. കുറേ സൈക്ലിസ്റ്റിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. സൈക്കിളിലൂടെയൊക്കെ ഇവിടെ ടൂറിസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈക്കിളൊക്കെ നമുക്ക് റെൻറ്റിനായിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഏരിയയാണ് പാന്തിയോൺ എന്ന് പറയുന്നത്. അതായത് ഒരു 2300 വർഷത്തിൻ്റെ ചരിത്രങ്ങൾ പറയാനുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡോം സ്ട്രക്ചർ, അതായത് റൗണ്ട് റൊട്ടുണ്ട എന്നൊക്കെ പറയുന്ന പോലെ റൗണ്ട് സ്ട്രക്ചറിലുള്ള ലോകത്തിൻ്റെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. പിന്നീട് ആദ്യത്തെ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു ടെമ്പിളായിരുന്നു ഇത്. പിന്നീട് ഇത് ക്രിസ്ത്യാനിറ്റി ഏറ്റെടുക്കുകയും ഇതൊരു ക്രിസ്ത്യൻ ചർച്ചായിട്ട് മാറുകയും ഒക്കെയാണ് ചെയ്തത്.
ഇവിടുത്തെ ഈ മുമ്പിലായിട്ട് കാണുന്ന തൂണുകളുടെ ഒക്കെ വലുപ്പമൊക്കെ നോക്കുക. അത് അറേഞ്ച് ചെയ്തിരിക്കും അന്നത്തെ കാലത്തിന് 2000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവർ എത്രത്തോളം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതെല്ലാം കീപ്പ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഒരു 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 സെൻസ് ഓഫ് ആർക്കിടെക്ചറാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ എല്ലാം കാണാൻ പറ്റുന്നത്. അതിനുള്ളിലായിട്ട് നമുക്ക് ആ ഒരു പള്ളിയുടെ ഒരു അൾത്താരയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരുപാട് ആളുകൾ അത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളും അതിൻ്റെ ഒരു ഏരിയയിലെല്ലാം നമ്മൾ പോയി. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റി. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ക്യാമറ ഫെസിലിറ്റീസ് ഒക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് പരമാവധി ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞ് നമ്മൾ വണ്ടർ അടുപ്പിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഇതിന് മുമ്പിൽ വന്ന് നമ്മൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ എത്രത്തോളം വലിപ്പമുള്ള ഒരു ബിൽഡിംഗ് നമ്മളിലേക്ക് ചെരിഞ്ഞ് വീഴുന്നു എന്നൊരു ഫീലാണ് നമുക്ക് ഇതിൻ്റെ ഒരു തൊട്ട് താഴെ പോയി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത്രത്തോളം വലുപ്പമാണ് ഇതിൻ്റെ ഓരോ ബീമുകളും. ഇതിൻ്റെ ഓരോ സൈഡുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റുന്ന പോലെ ഇതെല്ലാം കുറച്ച് പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു പോയ ഭാഗങ്ങളിലും ഇവർ കുറച്ചൊക്കെ റിനോവേറ്റ് ഒക്കെ ചെയ്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ഒറിജിനൽ അതിനെ അത്രത്തോളം മനോഹരമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് തൊട്ടടുത്തേക്ക് അതിൻ്റെ ബീമുകളുടെ ഒക്കെ തൊട്ടടുത്തേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അതൊക്കെ കുറച്ചൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഇത്രത്തോളം ആളുകൾ വരുന്നതാണല്ലോ. ഒന്ന് തലോടിയാൽ പോലും ഒരു 5 ലക്ഷത്തോളം 6 ലക്ഷത്തോളം ആളുകളാണ് ഇവിടെയൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാവും എത്രത്തോളം അതിനെ ബാധിക്കുമെന്നുള്ളത്. അതുകൊണ്ട് വളരെയധികം പ്രൊട്ടക്ട് ചെയ്താണ് എല്ലാ ഏരിയയും. നമുക്ക് അടുത്തൊന്നും പോയി അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് ഒരുപാട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ നമുക്കവിടെ വരുന്നുണ്ട്. ആ ടൂറിസ്റ്റുകൾ ആദ്യം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ജനങ്ങളുടെ ഒരു തേരൊഴുക്കാണ് നമ്മളിവിടെ വരുമ്പോൾ കാണുന്നത്. ഇഷ്ടം പോലെ ആളുകളാണ്. ഒരാൾ പറഞ്ഞ പോലെ വളരെ ഇഷ്ടം പോലെ ആളുകളാണ് ഇവിടുന്ന് കാണുന്നത്. ആ ഒരു സൂര്യ വെളിച്ചമൊക്കെ ആ ഒരു ബീമിന് പുറകെ നിന്നിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ കാണുക. എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് ഈ റോം. എത്രത്തോളം കാഴ്ചകളാണ് നമുക്ക് ഈ റൂമിൽ വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ ഈ ഓർക്കുന്നത്. നമ്മൾ വീണ്ടും ആ ഒരു സ്റ്റേറ്റിൽ കൂടെ തന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. എല്ലാം അടുത്തടുത്താണ്. ഈ ഒരു ഏരിയകളെല്ലാം നമ്മൾ നടന്നാണ്, അല്ലെങ്കിൽ ചെറിയൊരു ബസ് സർവീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാം അടുത്തടുത്താണ് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ വീണ്ടും എന്തെങ്കിലും ഒന്ന് കഴിക്കാം എന്നുള്ള രീതിക്ക് നമ്മളൊരു കടയിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ പാസ് തന്നെയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാസ്തയായിരുന്നു. നമ്മൾ ഈ കാണുന്ന പോലുള്ള ഒരു റെഡ് ഒരു ചെറിയൊരു അറേഞ്ചൊക്കെ ചെയ്ത ഒരു ചിക്കൻ പാസ്തയാണ് നമ്മൾ വാങ്ങിച്ചത്. പക്ഷെ പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ. കാര്യം നമ്മൾ വിശന്നിരുന്നുകൊണ്ടേ ഒന്നും നോക്കിയില്ല. നമ്മൾ വീഡിയോ എടുക്കാൻ വെയിറ്റ് ചെയ്തു. അതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം അകത്താക്കിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും മുന്നിലേക്ക് നടക്കുകയാണ്. നമ്മൾ നടന്ന് ചെല്ലുന്നത് ഇവിടുത്തെ മറ്റൊരു ചർച്ചിലേക്കാണ്, ഒരു ബസിലിക്ക ഏരിയയിലേക്കാണ് നമ്മൾ എത്തുന്നത്. എല്ലാം റോമിലെ ഏതൊരു ഏരിയയിലും ഒരുപാട് ചർച്ചുകൾ നമുക്ക് കാണാൻ പറ്റും. ആർക്കിടെക്ചറിൻ്റെ ഒരു വിസ്മയമാണ്. ചരിത്രം ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ചരിത്രത്തെ സ്നേഹിക്കുന്ന ആളുകൾ, ആ ഒരു കാലപ്പഴക്കത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയിൽ ഒരുപാട് മതിമറക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്യും. എനിക്ക് കുറച്ചും കൂടി ഒരു ഹിസ്റ്ററി കുറച്ചും കൂടി താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് വളരെയധികം ഇവിടെ വന്ന് എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. ഞാൻ ഓരോ ഏരിയയിൽ നടക്കുമ്പോൾ എത്രത്തോളം റോമൻസ്, എത്രത്തോളം പട്ടാളക്കാർ, എത്രത്തോളം അടിമകളൊക്കെ നടന്ന ഒരു വഴിയാണ് ഇതെന്നാണ് ഞാനിപ്പം പെട്ടെന്ന് ഇതുവഴി നടക്കുന്ന സമയത്തെല്ലാം ഞാൻ ഈ ഓർക്കുന്നത്. ആ ഒരു ചർച്ചിൻ്റെ ഒക്കെ ഒരു വലിപ്പം കാണുക, ആ ഒരു ഏരിയസിൻ്റെ ആ ഒരു ഓരോ സ്കൾപ്ചറിൻ്റെയും ഓരോ രൂപങ്ങളുടെയും വലിപ്പം കാണുക. ഇവിടെ മറ്റൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു സ്ട്രീറ്റ് ആർട്ടിസ്റ്റാണ്. നമ്മുടെ ക്യാമറ കണ്ടപ്പോൾ അദ്ദേഹം ഒരുപാട് ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. വളരെ രസമായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തെ പിന്നിലാക്കി നമ്മൾ വീണ്ടും മുന്നിലേക്ക് പോവാണ്.